അത്യാധുനിക സംവിധാനങ്ങളുമായി നിർമ്മിച്ച മാവേലിക്കര ജില്ലാ ആശുപത്രിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. കിഫ്ബി പദ്ധതിയിൽ 132 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണം നടത്തിയത്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റമുണ്ടാക്കിയതായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാവേലിക്കര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓരോ ജില്ലയിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആരോഗ്യ വകുപ്പ് നടത്തിയത്. മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ കെട്ടിടത്തിനൊപ്പം ആവശ്യമായ ഉപകരണങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ആശുപത്രി ഉപകരണങ്ങൾക്കും മറ്റ് സജ്ജീകരണങ്ങൾക്കുമായി 28 കോടി രൂപ അനുവദിച്ചു. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം മാറി. 8 കോടിയിൽ ഒതുങ്ങിയിരുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ OPയുടെ എണ്ണം ഇന്ന് 13 കോടിയിലെത്തി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ പേവാർഡിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഓരോ ജില്ലയിലും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് 132 കോടി രൂപ കിഫ്ബിയിലൂടെ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നമ്മുടെ മാവേലിക്കര ജില്ലാ ആശുപത്രി. ഇതിൽ 102.8 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആശുപത്രി ഉപകരണങ്ങളും ഫേർണിച്ചറും വാങ്ങുന്നതിന് 28 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും മനോഹരമായി ഇപ്പോൾ നമ്മൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മാവേലിക്കര ജില്ലാ ആശുപത്രി 4 മാസത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമാകുമെന്നും ഭൗതിക സാഹചര്യങ്ങൾ കുറവായിരുന്ന ആശുപത്രിയെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കാനായതായും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 132 കോടി രൂപയാണ് മാവേലിക്കര ജില്ലാ ആശുപത്രിക്കായി അനുവദിച്ചത്. ഇതിൽ 102.8 കോടി രൂപ വിനിയോഗിച്ച് 7 നിലകളിലായി 2.2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത്. അത്യാഹിത വിഭാഗം, CT സ്കാൻ, റേഡിയോളജി, ഫാർമസി, മോഡുലാർ OP വിഭാഗങ്ങൾ, 90 അടിയന്തര ചികിത്സാ കിടക്കകൾ ഉൾപ്പെടെ 325 പുതിയ കിടക്കകൾ, ആദ്യഘട്ടത്തിൽ 7 ശസ്ത്രക്രിയാ മുറികൾ, ആധുനിക ബ്ലഡ് സെന്റർ, ലാബ്, ലേബർ റൂം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ് ലക്ഷ്യ നിലവാരത്തിലുള്ള പ്രസവ മുറികൾ, നവജാത ശിശു പരിചരണ വിഭാഗം തുടങ്ങിയവ പ്രധാന കെട്ടിടത്തിലുണ്ടാകും. കേന്ദ്രീകൃത ഓക്സിജൻ വിതരണം, കേന്ദ്രീകൃത ശീതീകരണം, ആധുനിക രീതിയിലുള്ള അണുനശീകരണ സംവിധാനം, 2 ജനറേറ്റർ, അഗ്നിശമന സംവിധാനങ്ങൾ, ദ്രവമാലിന്യ സംസ്കരണം തുടങ്ങിയ സംവിധാനങ്ങളും ആശുപത്രിയിൽ ഒരുക്കും. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, മാവേലിക്കര നഗരസഭാ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. മധുസൂദനൻ, C. അനു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല രവീന്ദ്രൻ ഉണ്ണിത്താൻ, പ്രിയ വിനോദ്, രാജേഷ് കുമാർ, S. ശോഭന, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അംബുജാഷി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ T. വിശ്വനാഥൻ, ബിനി ജെയിൻ, B. രാജലക്ഷ്മി, അഡ്വക്കേറ്റ് അനില രാജു, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D. സുജാത, നഗരസഭാ അംഗം സജിനി ജോൺ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെമിന വർഗീസ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. A. ജിതേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.